നമസ്കാരം. 2026 ജൂലൈ 12 മുതൽ ജൂലൈ 18 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ചില പദ്ധതികൾ നടപ്പിലാക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അവ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, പുതിയ ഉപഭോക്താക്കൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും സമാധാനപരമായ സമീപനത്തിലൂടെ അത് പരിഹരിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും മത്സര പരീക്ഷകളിൽ അനുകൂല മുന്നേറ്റവും ഉണ്ടാകും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് സഹായകരമാകും. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ജോലിഭാരവും ഉറക്കക്കുറവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യും. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ക്ഷമയും വിവേകവും കൈവിടാതെ മുന്നോട്ടു പോകേണ്ട സമയമാണ്. തൊഴിൽ രംഗത്ത് ചില പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാൻ കഴിയും. വ്യാപാര രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളിലൂടെയോ ഉപഭോക്തൃ വർധനയിലൂടെയോ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരവും ചിലവും കൃത്യമായി ക്രമീകരിച്ചാൽ ഭാവിയിലേക്ക് നല്ല സമ്പാദ്യം ഉണ്ടാകാൻ കഴിയും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും പരീക്ഷകളിലും മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവസരമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണക്രമവും വിശ്രമവും ശ്രദ്ധിക്കണം. യാത്രകൾ ആവശ്യമായി വരാൻ സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും മനസ്സിന് സമാധാനവും ആത്മവിശ്വാസം പകരുകയും ചെയ്യും. മിഥുനക്കൂറ്. മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചിന്തിച്ചുറപ്പിച്ച തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അവ ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ അവസരങ്ങൾക്കോ അനുകൂല സൂചനകൾ കാണാം. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളും ലാഭകരമായ കരാറുകളും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബത്ത് സന്തോഷവും ഐക്യവും നിലനിൽക്കും. മക്കളുടെ നേട്ടങ്ങൾ സന്തോഷം നൽകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും കൂടുതൽ ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. ചെറിയ ക്ഷീണമോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിശ്രമത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുക. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും മനസ്സിന് ആത്മവിശ്വാസവും സമാധാനം പകരുകയും ചെയ്യും. കർക്കിടകക്കൂറ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബജീവിതത്തിനും തൊഴിൽ രംഗത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ട സമയമായിരിക്കും. ജോലി സ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ
അനുകൂല ഫലങ്ങൾ കൈവരും. പുതിയ പദ്ധതികളിൽ പങ്കാളികളാകാൻ അവസരമുണ്ടാവുകയും അതിലൂടെ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളെയും വരുമാന വർധനയ്ക്കുള്ള അവസരങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. വീടുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും മനസ്സിലാക്കലും കൂടുതൽ ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും പരീക്ഷകളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാനാവുകയും ചെയ്യും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ ക്ഷീണമോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ശ്രദ്ധ പുലർത്തുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസം പകരുകയും ചെയ്യും. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസത്തോടെയും നേതൃത്വ പാടവത്തോടെയും മുന്നേറാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, ലാഭകരമായ ഇടപാടുകൾ, സാമ്പത്തിക പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ഗുണം ചെയ്യും. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും അവസരമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും കൂടുതൽ ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രതയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുന്നത് നല്ലതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വളരുകയും ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആലോചിച്ച് പ്രവർത്തിച്ചാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും ലാഭകരമായ ഇടപാടുകളും ഉണ്ടാവുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് തൃപ്തികരമായിരിക്കുമെങ്കിലും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമായിരിക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത കൈവരിക്കാനും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും മികച്ച വിജയം നേടാനും സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ അവഗണിക്കാതെ ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുക. യാത്രകൾ ആവശ്യമായി വന്നാൽ മുൻകരുതലോടെ മുന്നോട്ടു പോകുന്നത് നല്ലതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വളരുകയും പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസം പകരുകയും ചെയ്യും. തുലാക്കൂറ്. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങളും അനുകൂല മാറ്റങ്ങളും വന്നുചേരുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ആത്മവിശ്വാസത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ മികച്ച ഫലങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളും
ലാഭകരമായ കരാറുകളും ലഭിക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക കൈവശം വന്നു ചേരുകയും ചെയ്യും. എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ഗുണം ചെയ്യും. കുടുംബത്ത് സന്തോഷവും ഐക്യവും നിലനിൽക്കും. ബന്ധുക്കളുമായി നല്ല ആശയവിനിമയം ഉണ്ടാവുകയും കുടുംബപരമായ ചില സുപ്രധാന തീരുമാനങ്ങൾ അനുകൂലമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും കൂടുതൽ ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രത കൈവരിക്കാനും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആകും. ചെറിയ ക്ഷീണമോ തലവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായ വിശ്രമവും ക്രമമായ ഭക്ഷണക്രമവും പാലിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും പകരുകയും ചെയ്യും. വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ക്ഷമയും ആത്മനിയന്ത്രണവും ഏറെ ആവശ്യമായ സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും കഠിനാധ്വാനവും ആത്മവിശ്വാസം കൊണ്ടും അവയെ മറികടക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനും കഴിവ് തെളിയിക്കാനും അവസരം ലഭിക്കും. വ്യാപാരികൾക്ക് പുതിയ പങ്കാളിത്തങ്ങൾ, ലാഭകരമായ ഇടപാടുകൾ, ബിസിനസ് വിപുലീകരണത്തിനുള്ള സാധ്യതകൾ എന്നിവ തെളിഞ്ഞു വരും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചിലവുകളും പെട്ടെന്നുള്ള സാമ്പത്തിക തീരുമാനങ്ങളും ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാനും കുടുംബത്തെ ഐക്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും കൂടുതൽ ദൃഢമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രത കൈവരിക്കാനും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിയും. ആരോഗ്യകാര്യങ്ങളിൽ ക്ഷീണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ അവഗണിക്കാതെ വിശ്രമത്തിനും ആരോഗ്യകരമായ ജീവിതശൈലിക്കും പ്രാധാന്യം നൽകുക. ദൂരയാത്രകൾ ആവശ്യമായി വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വളരുകയും പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് ആത്മവിശ്വാസവും മാനസിക സമാധാനവും നൽകുകയും ചെയ്യും. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പുതിയ പ്രതീക്ഷകളും മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും ലഭിക്കുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും പ്രവർത്തിച്ചാൽ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ നിക്ഷേപങ്ങൾ, പങ്കാളിത്തങ്ങൾ, ലാഭകരമായ ഇടപാടുകൾ എന്നിവയിലൂടെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും മുൻപ് മുടങ്ങിക്കിടന്ന ചില ധനകാര്യങ്ങൾ അനുകൂലമായി തീർപ്പാവുകയും ചെയ്യും. എന്നാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുടെ സഹകരണം, മുതിർന്നവരുടെ അനുഗ്രഹവും ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹം വർദ്ധിക്കുകയും കുടുംബത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കുകയും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആകും. അമിതമായ ജോലിഭാരവും യാത്രാക്ഷീണവും ഒഴിവാക്കി ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുക. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ഗുരുദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് ആത്മവിശ്വാസവും സമാധാനം പകരുകയും ചെയ്യും. മകരക്കൂറ്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് കഠിനാധ്വാനത്തിനും ആത്മാർത്ഥമായ പരിശ്രമത്തിനും അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നാലും അവ വിജയകരമായി പൂർത്തിയാക്കും.
ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസം അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഇടയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, വ്യാപാര വികസനത്തിനുള്ള അവസരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയും നിക്ഷേപ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നതും ഗുണകരമാണ്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുടെ സഹകരണവും മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം ശക്തമാകും. മക്കളുടെ നേട്ടങ്ങൾ കുടുംബത്തിന് അഭിമാനവും സന്തോഷവും നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൈവരിക്കാനും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും വിജയം നേടാനും സാധ്യതയുണ്ട്. ക്ഷീണം, സന്ധിവേദന, ഉറക്കക്കുറവ് എന്നിവ അവഗണിക്കാതെ വിശ്രമത്തിനും ആരോഗ്യകരമായ ജീവിതശൈലിക്കും പ്രാധാന്യം നൽകുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വളരുകയും പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് ആത്മവിശ്വാസവും സമാധാനവും നൽകും. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ പുതിയ അവസരങ്ങളും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും വിജയകരമായി പൂർത്തിയാക്കാനാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന മികവ് അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസയും ലഭിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണകരമാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ ഒപ്പുവെക്കാനും വ്യാപാര വിപുലീകരണത്തിനുള്ള അവസരങ്ങളും വന്നുചേരും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നത് ആലോചിച്ചു മാത്രം ചെയ്യുക. കുടുംബത്ത് സന്തോഷവും സമാധാനം നിലനിൽക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും കൂടുതൽ ദൃഢമാകും. മക്കളുടെ പഠനത്തിലും മറ്റു നേട്ടങ്ങളിലും സന്തോഷം അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി ആവശ്യമായ വിശ്രമത്തിനും ക്രമമായ ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുക. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ എന്നിവ മനസ്സിന് ആത്മവിശ്വാസം നൽകും. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ശുഭപ്രതീക്ഷകളും അനുകൂലമായ മാറ്റങ്ങളും അനുഭവപ്പെടും. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഏറ്റെടുത്ത ജോലികൾ ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെയും പൂർത്തിയാക്കാനാകും. നിങ്ങളുടെ പ്രവർത്തന മികവ് അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്യും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണകരമാണ്. ആഗ്രഹിച്ച മേഖലയിൽ മുന്നേറ്റം കൈവരാനാകും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ലഭിക്കും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചിലവുകൾ നിയന്ത്രിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. ചെറിയ ക്ഷീണം അനുഭവപ്പെടാനും ഉറക്കക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. ആവശ്യമായ വിശ്രമം, ആരോഗ്യകരമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് ഗുണകരമാണ്.